വഖഫ് ബില്ല് ന്യൂനപക്ഷാവകാശങ്ങളെ ഹനിക്കുന്ന നിയമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് VD സതീശൻ പ്രതികരിച്ചു. കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. വഖഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, വഖഫ് ബില്ലിൻ്റെ ആദ്യം മുതൽ ഇന്ന് രാജ്യസഭ വരെ ശക്തിയായിട്ട് CPIM അതിനെ എതിർക്കുകയാണ്. അതിൻ്റെ ഭരണഘടനാ വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് വഖഫ് ബോർഡിനെയും അതിൻ്റെ ഉള്ളടക്കത്തെയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു ബില്ല് ഉണ്ടാക്കുന്നത് എന്ന് സാമാന്യ ധാരണയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ജനങ്ങളെയും സഹകരിപ്പിച്ച് ഈ ബില്ലിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തി മുമ്പോട്ട് പോകുന്നതിനുള്ള, ഈ നിയമത്തിനെതിരായി ജനങ്ങളെ അണിനിരത്തി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി സ്വീകരിക്കും. രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും നിലപാടുകൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കണം. കോൺഗ്രസ് ഇതിൽ വോട്ടെടുപ്പിൽ നിന്നു, അവർ ഇതിന് എതിരായി വോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും ഗൗരവമായൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ നിലപാട് അവർ പറയേണ്ടതാണ്. അവരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഈ പ്രശ്നത്തിൽ പ്രകടിപ്പിക്കുക തന്നെ വേണം. തീർച്ചയായും കേരളത്തിൽ ഇത് പ്രത്യേക ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. RSSന്റെ ഒരു അജണ്ടയാണ് ഈ വഖഫ് ബില്ലെന്ന് പറയുന്നത്. മതപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ചെയ്യുന്ന ഭൂമി ഭരണപരമായി നടത്തുന്നതിനാണ് വഖഫ് ബോർഡുകൾ. അത് ഇങ്ങനെ എത്രയോ വർഷങ്ങളായി ഇന്ത്യ രാജ്യത്ത് നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. അതിനൊരു നിയമം മൂലം മാറ്റം വരുത്തുമ്പോൾ ഒരിക്കൽ പോലും എഫക്റ്റഡ് ആയിട്ടുള്ള വിഭാഗവുമായി ഒരു ചർച്ച പോലും നടത്തിയില്ല. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനവും ഒക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. പതുക്കെ നമ്മുടെ നാടിനെ ഫാസിസ്റ്റ് രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് നമുക്ക് പ്രതിപക്ഷത്തിന് രേഖപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. पार्टी जो वक्फ जिस तरह से भारतीय जनता पार्टी जो सांप्रदायिक राजनीति करती है उसी का एक अंग है। तय रूप से वो देश के संविधान विरोधी है, जनतंत्र विरोधी है और उसके खिलाफ पूरा प्रतिपक्ष एकजुट था और रात को 2 बजे तक इस पे निश्चित रूप से इसमें 3 दफा वोटिंग भी हुई है। കോൺഗ്രസിന് രണ്ട് മനസ്സാ. ഒന്ന്, BJP വടക്കേന്ത്യയിലെ വലിയ വിഭാഗം ജനങ്ങളെ വർഗീയമായിട്ട് തലതിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് അവരുടെ വോട്ട് കൂടി വേണം. അതിന് പറ്റുന്ന മൃദുഹിന്ദുത്വ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കും. കേരളത്തിലൊരു ചർച്ച ഇത് മുനമ്പം പരിഹരിക്കാൻ വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നു എന്ന മട്ടിലാണ്. യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ അവരുടെ ആലോചനയിലുള്ള ബില്ലാണ്. ആ ബില്ലിൽ വരുന്ന വ്യവസ്ഥകൾ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ അതിനെതിർത്തത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാളെ സംസ്ഥാന ഗവൺമെൻറ് ബില്ല് കൊണ്ടുവരുന്നു. ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്തവർക്ക് അംഗങ്ങളാകാം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തിന് മാത്രം രൂക്ഷമായിരിക്കും. ഇത് വഖഫ് അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റ് മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ സ്വത്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെയോ ഏതെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ടവരല്ലാതെ വരുമ്പോൾ ആദ്യമായിട്ടാണ് മുസ്ലിം വിഭാഗത്തിലെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം എന്ന നിലയിലേക്ക് ഒരു ഭേദഗതി വരുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. ഈ രാജ്യത്ത് BJPക്കെതിരെ രൂപപ്പെടുന്ന ഐക്യത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത്. ക്രൈസ്തവർക്ക് മേൽ കള്ളക്കണ്ണീരൊഴുക്കിയാൽ കുറേ MPമാരെ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു വ്യാമോഹം BJPക്കുണ്ടായിരുന്നു. പക്ഷേ BJPയുടെ കള്ളക്കളി പൊളിച്ചെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊരു തുടക്കം മാത്രമാണെന്നും മുസ്ലിങ്ങൾക്കെതിരെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ആക്രമണം വൈകാതെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയും അതുപോലെ പിന്നോക്കക്കാർക്കെതിരെയും മുന്നോട്ട് പോകുമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്ത് ഇത്രത്തോളം ഐക്യം സാധ്യമായത്. അത് വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായി ഒരു മതവിഭാഗത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി അവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതിനാണ്. അതിനെ കോൺഗ്രസ് ശക്തിയായി എതിർക്കും. എന്നാൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു എന്നുള്ളത് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്.
പ്രതിപക്ഷ കക്ഷികൾ അതൊരു മുസ്ലിം വിഷയമായിട്ടല്ല കാണുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് അത് അവരുടെ ചില അജണ്ടകളുടെ ഭാഗമായിട്ട് അവർ നടപ്പാക്കുന്നതാണ് ഇത് എന്നുള്ള തിരിച്ചറിവാണ്.